ഹായ് ഹലോ അപ്പോൾ ചെന്നൈയുടെ മറ്റൊരു സ്പോട്ടിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. ഇത് ചെന്നൈയിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. സെമ്മൊഴി പൂങ്ക അല്ലെങ്കിൽ സെമ്മൊളി പൂങ്ക എന്നൊക്കെ ഇവർ പറയും കേട്ടോ. ഈ ഗാർഡൻ ലൊക്കേറ്റ് ചെയ്യുന്നത് കത്തീഡ്രൽ റോഡ് അന്നാസാലെ ജംഗ്ഷനിൽ അമേരിക്കൻ കോൺസുലേറ്റിന് എതിർവശത്തുള്ള പഴയ ഡ്രൈവ് ഇൻ വുഡ്ലാൻഡ് ഹോട്ടലിലാണ് ഈ ഗാർഡൻ ഇപ്പോൾ ഉള്ളത്. തേനാംപെട്ട് എന്നാണ് സ്ഥലത്തിന്റെ പേര്, തേനാംപേട്ട്. എൻട്രി പ്ലാസയ്ക്ക് അടുത്തുള്ള ഈ ആർക്ക് പോലുള്ള കാണുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അതായത് ഇവരൊരു ഈസി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇൻബിൽഡ് ഇറിഗേഷൻ ഡ്രെയിനേജ് സംവിധാനമുള്ള വെർട്ടിക്കൽ ഗാർഡന് 22 അടി നീളവും 14 അടി ഉയരവും ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഫ്ലവർ ഷോ സമയത്താണ് പോകുന്നത്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇത്രയില്ല. പക്ഷെ ഗ്രൂപ്പായിട്ട് പോകാൻ, അതായത് ഇപ്പം കപ്പിൾസ് ആവാം, ഫാമിലി ആയിട്ടാവാം, കുട്ടികളായിട്ട് പോകുന്നവർക്കാണെങ്കിലും അടിച്ചു പൊളിച്ച് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പീസ്ഫുൾ ആയിട്ട് പോയിട്ടൊന്ന് ചില്ലടിച്ച് വരാൻ പറ്റുന്ന, ഒന്ന് കറങ്ങി അടിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പാർക്കിന്റെ ഡെവലപ്മെന്റ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 80 മരങ്ങൾക്ക് പുറമെ ഏകദേശം 500-ലധികം ഇനങ്ങൾ സസ്യങ്ങൾ ഈ പ്രദേശത്ത് വളർത്തുന്നുണ്ട് കേട്ടോ. അവയിൽ ചിലത് 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അതുപോലെ ഈ ഗാർഡനിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ചില പുറത്തുനിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലാന്റ്സ്, അതുപോലെ റയർ പ്ലാന്റ് സ്പീഷീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെഡിസിനൽ, അതുപോലെ തന്നെ അരോമാറ്റിക് ഹെർബ്സ്, അങ്ങനെയുള്ള ടൈപ്പ് പ്ലാന്റ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ചൈന, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വാക്ക് വേ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. അത് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ ക്യൂ ആയിരുന്നു. കാണുമ്പം അത്ര തോന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് തിരക്കുള്ള കാരണം ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ ഞാൻ ക്യാമറയും കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ചൈനയിലുള്ള ആൽമരങ്ങളില്ലേ, ചൈനയുടെ ആൽമരങ്ങൾ, അതായത് അതിനെ അവർ ഫിക്കസ് മൈക്രോകാർപ്പ, ഫിക്കസ് ജിൻസെങ് എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ എന്നിവയുടെയൊക്കെ ബോൺസായി ഇവിടെ ഇങ്ങനെ ആ സ്പീഷീസൊക്കെ ഇവിടെ ഇങ്ങനെ അവർ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും നമുക്ക്. പല പല മോഡലുകൾ, ബട്ടർഫ്ലൈസിൻ്റെ, ഡോൾസിൻ്റെ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറേയൊക്കെ അത് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ മാക്സിമം അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ അടുത്ത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീനാണ്, അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ചെന്നൈയിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാർക്ക് ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിസിറ്റേഴ്സ്, അതുപോലെ തന്നെ സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ ഇവിടെ അട്രാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ന്യൂസ് വന്നായിരുന്നു, ഷൂട്ടിംഗ് ലൊക്കേഷൻ മൂലം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ കാര്യമൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് വാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് രാവിലെ 6 മുതൽ 8 വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്, നമുക്കിവിടെ ഓപ്പണിംഗ് ആണ്. ട്യൂസ്ഡേ ഉണ്ടാവില്ല, അതൊഴികെ എല്ലാ ദിവസങ്ങളിലും വിസിറ്റേഴ്സിന് രാവിലെ 10 തൊട്ട് രാത്രി 8 വരെ പാർക്ക് ഓപ്പൺ ആയിരിക്കും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാടകയ്ക്ക് എടുക്കാവുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. അത് ഈ ഗാർഡനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഏകദേശം 100 കാറുകളും അതുപോലെ തന്നെ 500-ലധികം 2 വീലേഴ്സിനെയും ഉൾക്കൊള്ളാൻ സാധിക്കും കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഡക്ക് പോണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് പുറമെ ട്രീ കോർട്ട്, മ്യൂറൽ വാക്ക്, ബോൺസായി, ഹെർബൽ എക്സോട്ടിക് ഗാർഡനുകൾ തുടങ്ങി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക പ്ലാന്റ്സ്, അതുപോലെ തന്നെ അതിന് തന്നെ എന്താ പറയുക എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്ബായിട്ടുള്ള ഗാർഡനുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലൊരു മോഡലാണ് കേട്ടോ, ഒരു ബട്ടർഫ്ലൈ മോഡലാണത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈവനിങ് ആയപ്പോഴത്തേനും ആ ഒരു പൂവിൻ്റെ ആ ഒരു കളർ ഒന്ന് ഷെയ്ഡായിപ്പോയി, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മന്ത്ലി പാസ് ഉള്ളവർക്ക് മാത്രമേ മോർണിംഗ് വാക്ക് അലൗഡ് ഉള്ളൂ. ചെന്നൈ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.